112 പ്രതിജ്ഞയാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വളരെ സഹായകമാണ്. ഒന്ന് ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുക, തമാശകൾ പറയുക. എല്ലാം മുറുമുറുവെന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു അവസ്ഥയല്ല കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അതുകൊണ്ട് ചിരിക്കുക, ചിരിപ്പിക്കുക, തമാശ പറയുക, പരാജയങ്ങളുണ്ടെങ്കിൽ അത് പറയുക. ഇങ്ങനെയുള്ള തലങ്ങൾ വളരെയേറെ സഹായകമാണ്. ഇതുപോലെ തന്നെ പരസ്പരം അനുമോദിക്കുക 113 പ്രതിജ്ഞയാണ്. നന്നായിരിക്കുന്നു, കറി നന്നായിട്ടുണ്ടല്ലോ അമ്മച്ചി എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ചമ്മന്തി വളരെ ടേസ്റ്റിയാണ് എന്ന് പറയാൻ സാധിക്കണം. അപ്പോൾ ഇത് വളരെയേറെ സഹായകമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്നതിന് സഹായകമാണ്. 114 പ്രതിജ്ഞകളാണ് കുട്ടികളെക്കുറിച്ച് ഏകാഭിപ്രായം ഉണ്ടായിരിക്കുക. ഭാര്യയും ഭർത്താവും പരസ്പരം മക്കളുടെ മുമ്പിൽ വെച്ച് കലഹിക്കുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മുടെ കുടുംബത്തിൽ പലപ്പോഴും ഉണ്ട്. അത് നല്ലതല്ല. അപ്പോൾ ശരിക്കും മക്കളെക്കുറിച്ച് ഏകാഭിപ്രായം, ഇനി അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെയും മക്കളുടെ മുമ്പിൽ വെച്ച് അത് പ്രകടിപ്പിക്കാതിരിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് പറയുക. അപ്പോൾ അങ്ങനെയുള്ള തലങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ഓരോ അനുഭവങ്ങൾ, മക്കളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഓരോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇതുപോലെ തന്നെ ആഡംബരവും അമിതമായ ചിലവും ഉപേക്ഷിക്കുക. നമ്മുടെ കുടുംബത്തിൽ സാമ്പത്തികമാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പരസ്പരം പൈസയ്ക്ക് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുക. നിങ്ങളങ്ങനെയാണ്, പണിയെടുക്കുന്നില്ല, അതാ ഇതാന്നൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കാതെ ഈ ചെയ്യുന്ന തലം പിശുക്കി ചെലവഴിച്ച്, ചുരുക്കി ചെലവഴിച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുണ്ടാവും, അല്ലെങ്കിൽ ഒട്ടും ബാക്കി ഉണ്ടാകുകയില്ല. അപ്പോൾ സാമ്പത്തിക മേഖലയിൽ അങ്ങേയറ്റം നമ്മൾ നിയന്ത്രണം, ഇന്ന് ചിലവ് കൂടുതലും വരവ് കുറവുമാണ്. അപ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വരവ് ചിലവ് കണക്കെഴുതി വെച്ചാലും സാമ്പത്തിക മേഖലകളിൽ ഒരു നിയന്ത്രണം വരുത്താനും, അനാവശ്യ ചെലവുകൾ അത് നമ്മളിന്ന് 3 കൂട്ടണം. അത്യാവശ്യം നടത്തണം, ആവശ്യം നടത്തണം, ആഡംബരം കുറയ്ക്കണം, അനാവശ്യം ഉപേക്ഷിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള തരത്തിൽ എപ്പോഴും വളരെയേറെ സഹായകമാണ്. അപ്പോൾ ഈ തരത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുണ്ടാകും. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അനാവശ്യ ചെലവുകളെ ചുരുക്കി മുന്നോട്ട് പോകാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.